ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. പവിത്ര സീരിയലിന്റെ പുതിയ എപ്പിസോഡിൽ വരാൻ പോകുന്നത് വിക്രം വേദയുടെ കാലിലെ ആ മുറിവൊക്കെ അഴിച്ചു കൊടുക്കാട്ടോ. കാലിലൊക്കെ ഇങ്ങനെ തൊട്ടുപിടിക്കുമ്പോൾ വേദ ആ പ്രണയത്തോടു കൂടെ വിക്രമിനെ നോക്കുന്നുണ്ട്. ആ നോട്ടം അത് വിക്രമും ശ്രദ്ധിക്കുന്നുണ്ട്. വിക്രം ശ്രദ്ധിക്കുമ്പോൾ നോട്ടം മാറ്റിയാണ് വേദ. പിന്നീട് വിക്രമും വേദയും കൂടെ നാട്ടിലേക്ക് എത്താനുള്ള വഴി തേടി നടക്കണേ. അങ്ങനെ പോകുന്നതിനിടയില് വിക്രം ഒരു കുസൃതി ചെയ്യണേ. അയ്യോ ആന എന്ന് പറഞ്ഞ് വിക്രം തിരിഞ്ഞ് ഓടി അവിടെ പോയി നിൽക്കാണ് ബാക്കില്. ശരിക്കും അവിടെ ആനയൊന്നും ഇല്ല കേട്ടോ. വേദ പേടിച്ച് ഒച്ചയും നിലവിളിയൊക്കാവും. അങ്ങനെ വേദയുടെ ഈ വെപ്രളവും നൃത്തമൊക്കെ കാണുമ്പോ വിക്രമിന് അങ്ങ് ചിരി വരും. വിക്രം കളിയാക്കി ചിരിക്കണേ. അങ്ങനെ വേദയ്ക്ക് വിക്രം തന്നെ പറ്റിച്ചതാണെന്നും ആനയൊന്നും വരുന്നില്ലെന്നും മനസ്സിലാവണേ. എന്നിട്ട് കുഞ്ഞു കുട്ടികളെ പോലെ കുറുമ്പ് കാണിച്ച് വിക്രമിന് ഇങ്ങനെ ഇടിക്കുന്നൊക്കെ ഉണ്ട്. സ്നേഹത്തോടെയുള്ള ഇടിയാണ് കേട്ടോ. വിക്രം ആണെങ്കിൽ അത് ആസ്വദിക്കുന്നുണ്ട്. ശേഷം വിക്രമിനെ കെട്ടിപ്പിടിച്ച് വേദ ഇങ്ങനെ നിൽക്കുമ്പോൾ വിക്രമും ചേർത്ത് പിടിക്കുന്നുണ്ട്. അങ്ങനെ വിക്രം പോലും അറിയാതെ വിക്രം വേദയെ പ്രണയിക്കുന്നുണ്ട്. അതിങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞു വരും കേട്ടോ അവിടെ. അങ്ങനെ ഇവര് പോകുന്ന വഴി തേൻകൂട്ടം കാണുന്ന വിക്രം വേദയ്ക്ക് അത് വേണോന്ന് ചോദിക്കും. എന്നിട്ട് വേദയെ അവിടെ ഒരു സൈഡിൽ ഇരുത്തിയിട്ട് കുറച്ച് ഇലകളും വടിക്കഷ്ണങ്ങളും എല്ലാം കൂട്ടി വെച്ചിട്ട് ഒരു പന്തം പോലെ, അതായത് തീ കത്തിക്കാട്ടോ. എന്നിട്ട് വിക്രം ആ മരത്തിന് മുകളിലേക്ക് കയറും. ഈ സമയം ഡ്രസ്സ് ഊരിയിട്ട് മുഖമൊക്കെ കവർ ചെയ്തിട്ടുണ്ട്, തേനീച്ച കുത്താതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ മുകളിൽ കയറി തീയൊക്കെ കാണിച്ച് തേനീച്ചകളെ ഓടിച്ചതിന് ശേഷം അതിന്റെ ഒരു ചെറിയ ഭാഗം കട്ട് ചെയ്ത് എടുക്കുകയാണ്. അവർക്ക് വേണ്ട ആവശ്യമുള്ളത് മാത്രം. വിക്രം ഇങ്ങനെ പോകുമ്പോൾ വേദയ്ക്ക് നല്ല പേടിയുണ്ട്. എന്നാലും ആകാംക്ഷയോടുകൂടെ വേദ ഇങ്ങനെ താഴേന്ന് നോക്കിയിരിക്കുക. അങ്ങനെ വിക്രം മുകളിൽ കയറി അത് എടുത്തുകൊണ്ട് വന്ന് വേദയ്ക്ക് കൊടുക്കും. വേദ ഇങ്ങനെ വാ തുറന്നു കൊടുക്കുമ്പോൾ വിക്രം അതിങ്ങനെ പിഴിഞ്ഞു കൊടുക്കണേ. അങ്ങനെ തേൻ നിവർന്നുകൊണ്ട് വേദയും അവിടെ ഇരിക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ വീണ്ടും അവരുടെ യാത്ര തുടങ്ങുകയാണ്. ഇതേ സമയം നാട്ടിലെ വിക്രമിന്റെ വീട് ജപ്തി ആയിരിക്കണേ. മാഷും കമലയും എല്ലാവരെയും പുറത്തേക്ക് ആക്കുന്നുണ്ട്. ഒട്ടും മുന്നറിയിപ്പില്ലാത്ത ഒരു ജപ്തിയായിരുന്നു ഇത്. ഒരുപക്ഷെ ഇത് MLA കളിയായിരിക്കാം. പിന്നീട് കാണിക്കുന്നത് MLA മാഷിനെ ഭീഷണിപ്പെടുത്തുന്നതാട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രമും വേദയും കൂടെ ഇങ്ങനെ പോകുമ്പോ വേദ എന്തോ കണ്ട് പേടിച്ച് വിക്രമിന്റെ പിന്നാലെ ഓടി കെട്ടിപ്പിടിക്കും. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ഗുണ്ടകളെയാണ്. ഈ ഗുണ്ടകൾ വരുന്ന കാണുമ്പോ വിക്രം വേദയെ സേഫായ ഒരു സ്ഥലത്തേക്ക് മാറ്റി നിർത്തിയിട്ട് ഈ ഗുണ്ടകളെല്ലാം അടിച്ചൊതുക്കുക. അഭിലാഷിനൊക്കെ നന്നായിട്ട് വിക്രം കൈകാര്യം ചെയ്യുന്നുണ്ട്. അവസാനം എല്ലാവരും വാങ്ങിച്ചത് കിട്ടി അവിടുന്ന് ഓടിപ്പോവാണേ. അവരൊക്കെ എങ്ങോട്ടാ പോയതെന്ന് പോലും ഇവർക്ക് അറിയുന്നില്ല. അങ്ങനെ വിക്രമും വേദയും വീണ്ടും കാടിനകത്ത് തന്നെ കുറച്ചുകൂടെ ഉള്ളിലേക്ക് പോയിരിക്കുകയാണെന്ന്. ഈ ഗുണ്ടകളുടെ ഇത് കഴിഞ്ഞാല് വേദ വിക്രമിന്റെ അടുത്ത് വന്നിരിക്കുന്നുണ്ട്. അങ്ങനെ അവര് സംസാരിച്ച് വേദ സങ്കടത്തോടുകൂടി ഇരിക്കുമ്പോൾ വിക്രം വേദയെ ചേർത്ത് പിടിക്കുക. അങ്ങനെ ഇവർക്കായിട്ട് ഇനി കാലം കാത്തു വെച്ചത് എന്താകും എന്ന് നമുക്ക് കണ്ടറിയാം. അതിനായിട്ട് നമുക്ക് 2-3 ദിവസം വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ നിങ്ങൾക്ക് റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്